ഹായ്, പ്ലസ് വണ്ണിലെ മോഡൽ എക്സാമിനേഷനിലെ ഇന്നത്തെ സബ്ജക്ട് കെമിസ്ട്രി ആണ്. അപ്പൊ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾക്ക് കിട്ടി കാണും. നിങ്ങൾ ഓൾറെഡി അതൊക്കെ എഴുതി കാണും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അതിനകത്ത് രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ DHSന്റെ സൈറ്റിന് കാണാൻ പറ്റും. ഒന്ന് അല്പം ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ഒന്ന് നല്ല എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. കൂടുതൽ സ്കൂളുകളിലും ആ ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അല്പം കറങ്ങി നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്ത് കാണിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുള്ള കുട്ടികൾ ഉണ്ട് എങ്കിൽ, ഇതല്ല ഞാനിപ്പോ ഡിസ്കസ് ചെയ്യുന്ന അല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുള്ള കുട്ടികൾ ഉണ്ട് എങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഒരുപാട് കുട്ടികൾ ഉണ്ട് എങ്കിൽ അതിന്റെ ആൻസർ കീയും പറഞ്ഞു തരാം. കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസ് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അല്ല, കാരണം മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത് പെട്ടെന്ന് സോൾവ് ചെയ്യാനും പറ്റും. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഞാനിപ്പോ സോൾവ് ചെയ്യാൻ പോകുന്നത്. F325 എന്നാണ് എന്റെ ഓർമ്മ, അതിന്റെ കോഡ്. അപ്പൊ അതാണ് ഞാനിപ്പോ സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഹൺസ് റൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോൺ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് തുടങ്ങുന്നതിന് മുന്നേ ആദ്യം ഒറ്റയ്ക്ക് ഇലക്ട്രോൺസ് നമ്മൾ ഫില്ല് ചെയ്യണം എന്ന് പറയുന്നതാണ് ഹൺസ് റൂൾ. സോ ഹൺസ് റൂൾ പറയുന്നത് ഇലക്ട്രോൺ പെയറിംഗ് ടേക്സ് പ്ലേസ് ഓൺലി ആഫ്റ്റർ ദ ഓർബിറ്റൽസ് ആർ സിംഗ്ലി ഒക്കുപ്പൈഡ്. ആ ഒരു മാനറിൽ വരുന്ന ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അതേ അർത്ഥം വരുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, കാൽക്കുലേറ്റ് ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇലക്ട്രോൺ വിത്ത് വെലോസിറ്റി 2.05 into 10⁻⁷. അപ്പൊ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ലാംഡ ഇസ് ഈക്വൽ ടു h/mv ആണ്. ഹെച്ചിന്റെ വാല്യൂ 6.6 into 26 into 10⁻⁻34 divided by mass of electron 9.1 into 10⁻⁻31 into velocity. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. It is given as 2.05 multiplied by 10⁻⁷. എനിക്കിത് ചെയ്തപ്പോൾ കിട്ടിയത് 3.5 into 10⁻⁻11 എന്നാണ് കിട്ടിയത്. ഞാൻ വേഗം ചെയ്ത് നോക്കിയതാണ്, കാൽക്കുലേറ്റർ ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ശരിയായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ ഒന്ന് കറക്റ്റ് നോക്കുക, ഒന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. ദിസ് ഈസ് ദി സ്റ്റെപ്പ്. ഇത് ഇത്രയും കറക്റ്റ് ആണെങ്കിൽ ബാക്കി നിങ്ങൾക്ക് കറക്റ്റ് ആയി കിട്ടിക്കോളും. ഒന്ന് ചെയ്ത് നോക്കണേ, എല്ലാവരും ഒന്ന് വെരിഫൈ ചെയ്യുക. എനിക്ക് കിട്ടിയതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. യൂണിറ്റ് ലാംഡ ആയതുകൊണ്ട് മീറ്റർ ആണ്, മീറ്ററിലാണ് ആൻസർ കിട്ടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3, based on VSEPR theory, predict the shape of H2O and NH3. H2O ഷേപ്പ് എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസേഷൻ വിത്ത് 2 ലോൺ പെയർസ് ആയതുകൊണ്ട് അതിന്റെ ഷേപ്പ് വരുന്നത് V ഷേപ്പും, അമോണിയുടെ കേസിൽ sp3 ഹൈബ്രിഡൈസേഷൻ വിത്ത് 1 ലോൺ പെയർ ആയതുകൊണ്ട് പിരമിഡൽ ഷേപ്പുമാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്ട്രക്ചറും അവിടെ വരച്ച് കാണിക്കാവുന്നതാണ്. Question number 4, real gases do not follow gas laws perfectly under all conditions. Why? റിയൽ ഗ്യാസുകൾ ഐഡിയൽ ബിഹേവിയർ കാണിക്കാത്തതിന്റെ പ്രധാന കാരണം കൈനറ്റിക് തിയറിയിലുള്ള ചില പോസ്റ്റുലേറ്റ്സ് അത് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം കൈനറ്റിക് തിയറിക്കകത്ത് പറയുന്നത് ദ സൈസ് ഓഫ് ഓർ വോളിയം ഒക്കുപ്പൈഡ് ദ ഗ്യാസ് മോളിക്യൂൾസ് വെരി നെഗ്ലിജിബിളി സ്മോൾ എന്നാണ്. പക്ഷെ ആക്ച്വൽ റിയൽ സിറ്റുവേഷനിൽ അങ്ങനെയല്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് ആർ 0 എന്നാണ് കൈനറ്റിക് തിയറിക്കായിട്ട് കണക്കാക്കുന്നത്. പക്ഷെ ആക്ച്വൽ കേസിൽ അങ്ങനെയല്ല. സോ ഇതൊക്കെ കൊണ്ടാണ് റിയൽ ഗ്യാസ് മോളിക്യൂൾസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കാത്തത്. Question number 5, state the first law of thermodynamics. First law of thermodynamics എല്ലാവർക്കും അറിയാവുന്നതാണ്. Energy can neither be created nor be destroyed, although it can be changed from one form to another form. So അത് തന്നെയാണ് നമ്മുടെ തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വേഷൻ കൂടി എഴുതാം. ഡെൽറ്റ ഈസ് ഈക്വൽ ടു Q plus W. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വേഷൻ കൂടി അവിടെ എഴുതാം. Question number 6, give the relation between Kp and Kc for the reaction given below. Kp യും Kc യും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് Kp is equal to Kc into RT raised to delta n. Delta n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗ്യാഷ്യസ് മോളിക്യൂൾസ് മൈനസ് നമ്പർ ഓഫ് ഗ്യാഷ്യസ് റിയാക്ടന്റ് ആണ്. ഇവിടെ ഗ്യാഷ്യസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് 2NOCl gives 2NO plus Cl2 എന്നാണ്. അപ്പൊ 3 ഗ്യാഷ്യസ് മോളിക്യൂൾസ് ഉണ്ട് പ്രോഡക്റ്റ് സൈഡിൽ, റിയാക്ടന്റ് സൈഡിൽ 2. അപ്പോ 3-1 ആണ് ഡെൽറ്റ എന്നിന്റെ വാല്യൂ. 3-2 ആണ്, സോറി 3-2. സോ ദി ആൻസർ ഈസ് 1. അപ്പൊ ഡെൽറ്റ എന്നിന്റെ അവിടെ 1 എന്ന് കൊടുത്ത് ഒരു സ്റ്റെപ്പ് കൂടി എഴുതി കഴിഞ്ഞാൽ ആൻസർ ആയി. അപ്പൊ ലാസ്റ്റ് ആൻസർ എങ്ങനെ വരും? Kp is equal to Kc into RT raised to 1 എന്ന് കൊടുക്കുക. 3-2 ആണ് നമ്മുടെ ഡെൽറ്റ n കാണുമ്പോൾ നമുക്ക് കിട്ടുക. 3-2 എന്ന് പറഞ്ഞാൽ 1 ആണ്. Question number 7, classify the following into Lewis acids and Lewis bases. ലൂയിസ് ആസിഡ് എന്ന് വെച്ചാൽ ലോൺ പെയർ ഡോണേഴ്സ് ആണ്. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ലൂയിസ് ബേസസ് എന്ന് വെച്ചാൽ ലൂയിസ് ബേസസ് എന്ന് വെച്ചാൽ ലോൺ പെയർ ഡോണേഴ്സ് ആണ്. ലോൺ പെയർ അധികമായിട്ടുള്ളവര് ലൈക്ക് അമോണിയ, വാട്ടർ ഒക്കെ ലൂയിസ് ബേസിനകത്ത് വരും. എന്നാൽ BCl3H+ ഒക്കെ ലോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആണ്. അപ്പോൾ അവര് ലൂയിസ് ആസിഡ് കാറ്റഗറിയിലാണ് വരുന്നത്. Question number 8, write any two anomalous behavior of lithium.
ലിഥിയത്തിന്റെ അനോമലസ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി കാണിക്കുന്നത്. ലിഥിയം ബീങ് എ സ്മോൾ എലമെന്റ്, ചെറിയ ആറ്റം ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. ലൈക്ക് ലിഥിയം എന്ന് പറയുന്നത് ഹാർഡർ ആണ്, ബാക്കിയുള്ളവരൊക്കെ സോഫ്റ്റ് മെറ്റൽ കാറ്റഗറിയിലാണ് വരുന്നത്. അതുപോലെ ലിഥിയം എന്ന് പറയുന്നത് നൈട്രൈഡ് ഫോം ചെയ്യാറുണ്ട്. അതുപോലെ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും മറ്റുള്ള എലമെന്റ്സിനെക്കാളും ലിഥിയത്തിന് കൂടുതലാണ്. സോ അങ്ങനെയുള്ള 5 or 6 ക്യാരക്ടേഴ്സ് ഉള്ളതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കത് എഴുതാവുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 9. റൈറ്റ് ദ IUP's നെയിം ഓഫ് ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിന്റെ IUP's നെയിം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നിരിക്കുന്ന CH3CH ഡബിൾ ബോണ്ട് CH2CH2 COOH എന്നാണ്. അവിടെ COOH പ്രയോറിറ്റി ഫസ്റ്റ് നമ്പർ കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ 4നും 5നും ഇടയിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. സോ നെയിം ഹെക്സ് 4-ene-oic acid എന്ന് വരും. ഹെക്സ് 4-ene-oic acid എന്ന് വരും. അടുത്തത് ഒരു സൈക്ലോഹെക്സൈൻ ആണ്, പക്ഷെ അതിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. പ്രയോറിറ്റി ഓർഡറിൽ OH 1ാം സ്ഥാനത്ത് വരും. സോ അങ്ങനെ വരുമ്പോൾ സൈക്ലോഹെക്സ്-2-enol എന്ന് വരും. സൈക്ലോഹെക്സ്-2-enol എന്ന് വരും. അതാണ് സൈക്ലോഹെക്സ്-2-enol എന്ന് പറയുന്നത്. അപ്പൊ അതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 9. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 10. റൈറ്റ് എനി 2 ചെയിൻ ഐസോമേഴ്സ് ഓഫ് ദി ഫോളോയിങ് ഹാവിംഗ് മോളിക്കുലർ ഫോർമുല C5H12. അത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. C5H12 നേരെ നിരത്തി ഒരെണ്ണം എഴുതുക, എന്നിട്ട് അതിലേതെങ്കിലും ഒന്നിനെ പിടിച്ച് ബ്രാഞ്ച് ആക്കിയാൽ മതി. ചെയിൻ ഐസോമേഴ്സ് ആയി. അതിന് ഞാൻ എഴുതി പറഞ്ഞിരുന്ന കാര്യമില്ല, കാരണം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. ക്വസ്റ്റ്യൻ നമ്പർ 11. നെയിം ദ ഫോളോയിങ് റിയാക്ഷൻ. അതിൽ ഫസ്റ്റ് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടില്ല, എന്നാൽ പോലും ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ സോഡിയം വെച്ച് റിയാക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി. ദാറ്റ് ഈസ് പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്, താഴെ ആയിപ്പോയി. അത് ഇപ്പുറത്താ വരേണ്ടത്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. എനിവേ അത് സോഡിയം ഡ്രൈ ഈതർ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ദാറ്റ് ഈസ് വുഡ്സ് റിയാക്ഷൻ ആണ് അത് തന്നിരിക്കുന്നത്, വുഡ്സ് റിയാക്ഷൻ. സെക്കൻഡ്, ബെൻസീനിലേക്ക് CH3Cl അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡും വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ ആൽക്കൈൻ ഗ്രൂപ്പ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ഇറ്റ് ഈസ് ഫ്രെഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 12. സൈക്ലോപെന്റാഡൈഇനൈൽ ആനയോൺ ഈസ് അരോമാറ്റിക്. വൈ? ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആവുന്നത് എപ്പോഴാണ്? അത് ഹക്കൽസ് റൂൾ ഫോളോ ചെയ്യുമ്പോൾ. എന്താ ഹക്കൽസ് റൂൾ പറയുന്നത്? 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഒരു കോമ്പൗണ്ടിനെ അരോമാറ്റിക് എന്ന് വിളിക്കാം. എന്തൊക്കെയാണ് 3 കണ്ടീഷൻസ്? 1, അതിന് പ്ലെയിനാരിറ്റി ഉണ്ടായിരിക്കണം. 2, കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. പിന്നെ 4n+2 പൈ ഇലക്ട്രോൺസിന്റെ പ്രസൻസ്. സോ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 6 പൈ ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അത് 4n+2 പൈ ഇലക്ട്രോൺസ് എന്ന നമ്പറിനകത്ത് വരുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇത് അരോമാറ്റിക് ആണ് എന്നെഴുതി നമുക്കത് സ്ഥാപിക്കാവുന്നതാണ്. അടുത്ത സെക്ഷനിലേക്ക് കയറുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 13. സ്റ്റേറ്റ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ജോസഫ് പ്രോസ്റ്റ് കൊണ്ടുവന്നത്. അപ്പൊ അത് പറയുന്നത് എന്താ? എ ഗിവൺ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയിറ്റ് എന്നതാണ് ലോ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ നമുക്ക് അവിടെ 2 മാർക്ക് കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഒക്കെ എഴുതി കാണിക്കാം. Define limiting reagent. A reagent which is completely consumed in a reaction and which limits the amount of product formed. അതിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിക്കുന്നത്. സോ ലിമിറ്റിംഗ് റിയേജന്റ് ഡെഫിനിഷൻ നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. What is atomic mass? 1/12th mass of carbon 12 atom is called atomic mass unit, AMU. അതിന് ഇന്ന് നമ്മൾ യൂണിഫൈഡ് മാസ് എന്ന് വിളിക്കുന്നുണ്ട്. Calculate the number of atoms in each of the following. ഫസ്റ്റ് 52 മോൾ ആർഗൺ, 52 മോൾസ് ഓഫ് ആർഗൺ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ മോൾസ് ഡയറക്റ്റ് ആയിട്ട് തന്നതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. നമ്പർ ഓഫ് മോൾസ് തന്നു കഴിഞ്ഞാൽ അതിന് അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാം. സോ 52 into 6.022 into 10⁻23 അത്ര എഴുതി വെച്ചാൽ മതി, കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പോലും ഇല്ല. രണ്ടാമത് 52 ഗ്രാം ഹീലിയം, അവിടെ ഗ്രാമിലാണ് തന്നിരിക്കുന്നത്. സോ നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടുപിടിക്കണം. സോ 52 ഡിവൈഡഡ് ബൈ 4, കാരണം ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് 4 ആണ്. സോ 52/4 ചെയ്യുമ്പോൾ 13 മോൾസ് എന്ന് കിട്ടും. സോ നമ്മളിവിടെ എഴുതണം കേട്ടോ, നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു 52/4 ഇസ് ഈക്വൽ ടു 13 മോൾസ്. ഇനി നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഹീലിയം ഇസ് ഈക്വൽ ടു, ഓർ നമ്പർ ഓഫ് ഹീലിയം ആറ്റംസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് കിട്ടിയല്ലോ 13 അതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 13 മൾട്ടിപ്ലൈഡ് ബൈ 6.022 into 10⁻23 അത്രയും ആറ്റംസ് എന്ന് എഴുതി അണ്ടർലൈൻ ചെയ്യുക. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 15. Which of the following is not isoelectronic with neon? Neon എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 10 ആണ്. സോ അതിനകത്ത് 10 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. താഴെ തന്നിരിക്കുന്നതിൽ 10 ഇലക്ട്രോൺസ് അല്ലാത്തത് ആര് എന്നതാണ് ഇവിടെ ചോദ്യം.
ഓക്സിജൻ മൈനസ്, ഓക്സിജൻ 8 ഇലക്ട്രോൺ ആണ്, ഓക്സിജൻ മൈനസ് എന്ന് പറയുമ്പോൾ 9 ഇലക്ട്രോണേ ആയുള്ളൂ. സോ അത് ഐസോ ഇലക്ട്രോണിക് അല്ല. സോഡിയം പ്ലസ് ഐസോ 10 ഇലക്ട്രോൺ ആണ്. അലുമിനിയം 3 പ്ലസ് 10 ഇലക്ട്രോൺ ആണ്. മെഗ്നീഷ്യം 2 പ്ലസ് 12 2 പോകുമ്പോൾ വീണ്ടും 10 ഇലക്ട്രോൺ. അപ്പൊ ബാക്കി 3 പേരും ഐസോ ഇലക്ട്രോണിക് വിത്ത് നിയോൺ ആണ്. പക്ഷെ ഓക്സിജൻ മാത്രം ഐസോ ഇലക്ട്രോണിക് അല്ല. സോ ഓക്സിജൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഓക്സിജൻ അല്ല, O മൈനസ് അയോൺ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതിൽ തന്നെ സെക്കൻഡ് പാർട്ട്, എക്സ്പ്ലെയിൻ വൈ Na പ്ലസ് അയോൺ ഈസ് സ്മോളർ ദാൻ സോഡിയം ആറ്റം. സോഡിയം എന്ന് പറയുന്നത് ആറ്റം ആണ്, Na പ്ലസ് കാറ്റയോൺ ആണ്. കാറ്റയോൺ സാധാരണഗതിയിൽ ചെറുതായി പോകും. അതിന്റെ കാരണം ഒരു ഇലക്ട്രോൺ അതിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ അതിന്റെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുകയും ആ ന്യൂക്ലിയസ് ബാക്കിയുള്ള ഇലക്ട്രോൺസിനെ എല്ലാം പിടിച്ച് കൂടുതൽ അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അതിന്റെ സൈസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കാറ്റയോൺസ് ആർ സ്മോളർ ദാൻ പാരന്റ് ആറ്റം നമ്മൾ പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 16, കൺസിഡർ ദി പ്രോസസ്. സോഡിയം ഒരു ഇലക്ട്രോൺ കളയുന്ന ഫസ്റ്റ് അയനൈസേഷൻ എനർജി, രണ്ടാമത്തെ ഇലക്ട്രോൺ കളയുന്ന സെക്കൻഡ് അയനൈസേഷൻ എനർജി. Which is greater, IE2 or IE1? Justify. എപ്പോഴും സെക്കൻഡ് അയനൈസേഷൻ എനർജി ആയിരിക്കും കൂടുതൽ ഫസ്റ്റ് അയനൈസേഷൻ എനർജിയേക്കാൾ. കാരണം ഫസ്റ്റ് ഒരു ഇലക്ട്രോൺ പോകുമ്പോൾ തന്നെ അത് ഒരുവിധം സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് വരും, ഒപ്പം ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ന്യൂക്ലിയസ് ഭയങ്കരമായിട്ട് പിടിച്ചു വെച്ചിരിക്കും. അപ്പൊ അടുത്ത് നമ്മൾ രണ്ടാമതൊരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് മോർ ആൻഡ് മോർ എനർജി. അതുകൊണ്ട് സെക്കൻഡ് അയനൈസേഷൻ എനർജി വിൽ ബി ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് അയനൈസേഷൻ എനർജി. അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. വൈ? ഈ ചോദ്യം വേറൊരു രീതിയിലും ചോദിക്കാം. ക്ലോറിൻ ഹാസ് ഹൈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ദാൻ ഫ്ലൂറിൻ എന്നൊക്കെ ചോദിക്കാം. അതിനൊക്കെ റീസൺ എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെ. ദാറ്റ് ഈസ് ഫ്ലൂറിൻ ചെറിയ ആറ്റം ആയതുകൊണ്ട് അതിലേക്ക് ഒരു ഇലക്ട്രോൺ വരുമ്പോൾ അത് റിപ്പൽഷൻ ഭയങ്കരമായിട്ട് അനുഭവിക്കും. പക്ഷെ ക്ലോറിൻ കുറച്ചുകൂടി വലിയ ആറ്റം ആയതുകൊണ്ട് അവിടെ ഇലക്ട്രോൺ വരുമ്പോൾ പെട്ടെന്നൊരു സ്വീകാര്യത കിട്ടുകയും അതിന് വേഗം കയറി ഇരിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ മോർ എനർജി അവിടുന്ന് റിലീസ് ആവുകയും ചെയ്യും. റിലീസ് ചെയ്യുന്ന എനർജിയാണ് മോർ നെഗറ്റീവ് എനർജി ആയിട്ട് മാറുന്നത്. സോ അതുകൊണ്ടാണ് ഫ്ലൂറിനെ സംബന്ധിച്ച് എൻതാൽപ്പി ലെസ്സും ക്ലോറിന് ഹയർ, ക്ലോറിന് ലെസ് ഇൻ ദ സെൻസ് മോർ നെഗറ്റീവ് ആണ് കേട്ടോ. നെഗറ്റീവ് ആയതുകൊണ്ടാണ് ലെസ് എന്ന് പറയുന്നത്. പിന്നെ ഫ്ലൂറിന് ഹയറും ആകുന്നത് മീൻസ് കുറച്ചുകൂടി അത്രയും വലിയ വാല്യൂ, നെഗറ്റീവ് വാല്യൂ അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്ലിയർ ആണല്ലോ അത്. Question number 17, explain the covalent character of lithium chloride using Fajans rule. Fajans rule സാധാരണഗതിയിൽ അയോണിക് ബോണ്ടിൽ കോവാലന്റ് ക്യാരക്ടർ വരുന്നതിനെ കുറിച്ച് പറയുന്നതാണ് ഫജാൻസ് റൂൾ. ഇപ്പൊ ലിഥിയം ക്ലോറൈഡിന്റെ കേസിൽ ലിഥിയം കാറ്റയോൺ വളരെ ചെറുതും ആനയോൺ വളരെ ക്ലോറൈഡ് അയോൺ ആനയോൺ ആണ്, അത് വളരെ വലുതും ആയതുകൊണ്ട് ഇപ്പൊ സ്മോളർ ദി കാറ്റയോൺ ആൻഡ് ലാർജർ ദി ആനയോൺ വരുമ്പോൾ സാധാരണഗതിയിൽ അയോണിക് ബോണ്ടിന് കോവാലന്റ് ക്യാരക്ടർ കയറി വരും എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. അതിൽ തന്നെ സെക്കൻഡ് പാർട്ട്, റൈറ്റ് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ സിഗ്മ ആൻഡ് പൈ ബോണ്ട്. സിഗ്മ ബോണ്ടും പൈ ബോണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പൊ സിഗ്മ ബോണ്ട് ആണെങ്കിൽ നമുക്കറിയാം ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് വഴിയാണ് ഉണ്ടാകുന്നത്. പൈ ബോണ്ട് ആണെങ്കിൽ ലാറ്ററൽ ഓവർലാപ്പിംഗ് വഴിയാണ് ഉണ്ടാകുന്നത്. അതുപോലെ സിഗ്മ ബോണ്ട് SPDF എല്ലാ ഓർബിറ്റൽസും തരും, പക്ഷെ പൈ ബോണ്ട് PDF 3 ഓർബിറ്റൽസ് തരാറുള്ളൂ. അതുപോലെ സിഗ്മ ബോണ്ട് ആണ് ഫസ്റ്റ് ഫോം ചെയ്യുന്നത്, പൈ ബോണ്ട് ആണെങ്കിൽ സെക്കൻഡ്, പിന്നെ ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് സിഗ്മ ബോണ്ടേ ഉണ്ടാവാറുള്ളൂ. അതുപോലെ പൈ ബോണ്ട് ആണ് ഷേപ്പ് നിർണ്ണയിക്കുന്നത്. സിഗ്മ ബോണ്ട് ആണ് ഷേപ്പ് നിർണ്ണയിക്കുന്നത്. പൈ ബോണ്ടിൽ അതിന് വലിയ റോളൊന്നുമില്ല. സോ ഇത്രയും ഇങ്ങനെയുള്ള ഏതെങ്കിലും 2 ഡിഫറൻസ് നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. അടുത്തതൊരു ഗ്രാഫാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18, നെയിം ദ ഗ്യാസ് ലോ ഷോൺ ബൈ ദി എബവ് ഗ്രാഫ്. ആ തന്നിരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം അത് ബോയിൽസ് ലോ ആണ് അവിടെ തന്നിരിക്കുന്നത്. കാരണം പ്രഷർ വോളിയം ഗ്രാഫ് ആണത്. സോ ഇറ്റ് ഇസ് ബോയിൽസ് ലോ. എ വെസൽ ഓഫ് 120 ml capacity contains a certain amount of gas at 35 degrees Celsius and 1.2 bar pressure. The gas is transferred to another vessel of volume 180 ml at 35 degrees Celsius. What would be its pressure? അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് വോളിയവും പ്രഷറും തന്നിട്ടുണ്ട്. രണ്ടാമത്തെ വോളിയം തന്നു, പ്രഷർ എന്ന് കണ്ടുപിടിക്കാനാണ്. സോ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല P1 V1 is equal to P2 V2. സോ ഫസ്റ്റത്തെ പ്രഷർ എന്ന് പറയുന്നത് 120 into 1.2 is equal to 180 into P2. സെക്കൻഡ് പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. സോ P2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 120 into 1.2 divided by 180 എന്ന് ചെയ്താൽ മതി. സോ ആൻസർ നമുക്ക് 0.8 ബാർ എന്ന് കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ. 0.8 ബാർ എന്നാണ് നമുക്ക് അവിടെ ആൻസർ കിട്ടുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 19, write the van der Waals equation for n moles of a gas. Van der Waals equation എഴുതാനാണ്. that is P plus AN square by V square plus V minus NB is equal to nRT എന്ന് പറയുന്ന ഇക്വേഷൻ. സോ ആ ഇക്വേഷൻ അവിടെ എഴുതിയാൽ മതി. ഡയറക്റ്റ് ഇക്വേഷൻ അവിടെ എഴുതുക. ടേംസ് എന്തൊക്കെയാണെന്ന് കൂടി എക്സ്പ്ലെയിൻ ചെയ്യുക.
സ്റ്റേറ്റ് എനി 4 postulates of kinetic theory of gases. ഏതെങ്കിലും ഒരു 4 പോയിന്റ്സ് എഴുതിയാൽ മതി. Gas molecules are in a random motion. Their volume is negligibly small, which can be considered as a point masses. They are in random motion. In their motion, they will collide with each other. These collisions are perfectly elastic collisions. Then their velocity is directly proportional to their temperature എന്ന് പറയുന്ന ആ പോയിന്റ്സിൽ ഏതെങ്കിലും ഒരു 4 പോയിന്റ്സ് നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. Question number 20. Which among the following is an intensive property? Intensive property എന്ന് പറഞ്ഞാൽ the properties which are independent of the content, matter content ആണ്. അപ്പൊ അതിനകത്ത് ടെമ്പറേച്ചർ ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. ഹെസസ് ലോ എന്ന് പറയുന്നത് 2-3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പണ്ട് ഞങ്ങളൊക്കെ പഠിച്ച സ്റ്റേറ്റ്മെന്റ് the enthalpy change is same whether a reaction takes place in a single step or several steps എന്നാണ്. ഇപ്പോൾ NCERT-ൽ വേറൊരു ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഹെസസ് ലോ സ്റ്റേറ്റ്മെന്റ് എഴുതി മാത്രം കാണിച്ചാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 21. ഡിഫൈൻ ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പി എന്ന് വെച്ചാൽ ഒരു അയോണിക് സോളിഡിന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനെ കംപ്ലീറ്റ് ആയിട്ട് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ഉപയോഗിക്കുന്ന എനർജി 1 mole ഓഫ് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന എനർജിയാണ്. ദ എനർജി റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ഗ്യാസസ് സോളിഡ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് 1 mole സോളിഡ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഇൻടു ഗ്യാസ് സ്റ്റേറ്റ്. അതിനെയാണ് നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. ഡ്രോ ദി ബോണ്ട് ഹാബർ സൈക്കിൾ ഫോർ ദി ഫോർമേഷൻ ഓഫ് NaCl. ടെക്സ്റ്റിനകത്ത് ഉള്ളതാണ് ആ പടം. അതുപോലെ എണ്ണയും CL ചേർന്ന് NaCl ആകുന്ന എനർജി ചേഞ്ച് മൊത്തം കാണിക്കുന്ന ബോണ്ട് ഹാബർ സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കുക. 2 മാർക്കാണ് അതിന് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 22. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മാംഗനീസ് ഇൻ KMnO4 ഈസ്. KMnO4-നകത്ത് +7 സ്റ്റേറ്റ് ആണ്. കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം, പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ്. KMnO4 ആണ്. അപ്പൊ ഇത് -8, ഇത് +1, സോ ഇത് +7. സോ മാംഗനീസിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് +7 ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ അതിൽ തന്നെ സെക്കൻഡ് പാർട്ട്. ഐഡന്റിഫൈ ദ എലമെന്റ് അണ്ടർഗോയിങ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ ഇൻ ദി ഫോളോയിങ്. നമ്മൾ റിഡോക്സിന്റെ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ നമ്മൾ ഡിസ്പ്രൊപ്പോർഷനേഷൻ പറഞ്ഞിട്ടുള്ളതും ഈ ഒരൊറ്റ എക്സാമ്പിൾ ആയിരുന്നു. അത് തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഓക്സിജൻ ആണ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ചെയ്ത് പോകുന്നത്. ഡിസ്പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ ദ സെയിം എലമെന്റ് വിൽ അണ്ടർഗോ റിഡക്ഷൻ ആസ് വെൽ ആസ് ഓക്സിഡേഷൻ ആണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ. അടുത്തത് 23 ആണ്. ബാലൻസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ ബാലൻസ് ചെയ്യുമ്പോൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ബാലൻസ് ചെയ്യാം. നമുക്ക് അതിനാദ്യം സ്പ്ലിറ്റ് ചെയ്യാം. Fe2+ gives Fe3+, then Cr2O7 2- gives Cr3+. ഇനി നമുക്കത് ബാലൻസ് ചെയ്ത് നോക്കാം. സോ ഇത് ബാലൻസ് ചെയ്യുമ്പോൾ Fe2+ എന്ന് പറയുന്നത് ഒരു ആറ്റമേ ഉള്ളൂ. സോ സെൻട്രൽ ആറ്റം ഇവിടെ ഇത് ബാലൻസ്ഡ് ആണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മൾ 2 എന്ന് കൊടുക്കേണ്ടി വരും. സോ ഇറ്റ് ഈസ് 2 നമ്മൾ ഇവിടെ കൊടുത്തു. സോ 2 Cr3+ എന്ന് കിട്ടി. പിന്നെ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് ഓക്സിജൻ ബാലൻസ് ചെയ്യണം. സോ ഓക്സിജൻ 7 ഇവിടെ കിടക്കുന്നത്. സോ 7H2 നമ്മൾ ഇവിടെ കൊടുക്കും. അതിന്റെ ഇരട്ടി 14H+ നമ്മൾ ഇവിടെ കൊടുക്കും. ദെൻ ഓക്സിജൻ സ്റ്റേറ്റ് ബാലൻസ് ചെയ്യണം. ഇവിടെ നമ്മൾ ഓക്സിജൻ സ്റ്റേറ്റ് നോക്കുമ്പോൾ ഇവിടെ +12 ആണ് വരുന്നത്. ഇവിടെ 2 പേർക്കും കൂടി +6 ആണ് വരുന്നത്. ഇവിടെ ഒരാൾക്ക് +2, ഇവിടെ +3. അപ്പൊ ഇവിടെ 1 ഇലക്ട്രോൺ ആഡ് ചെയ്താൽ മതി. ഇവിടെ വരുമ്പോഴത്തേക്കും 6 എണ്ണത്തിന്റെ ഇവിടെ കൂടുതലുണ്ട്. സോ 6 ഇലക്ട്രോൺ നമ്മൾ ഇവിടെ ആഡ് ചെയ്യും. ഇനി ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ നമുക്ക് ഫൈനൽ ആൻസർ ഞാനൊന്ന് വായിച്ചു തരാം. സോ ദി ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 6Fe2+ gives 6Fe3+ plus 6 ഇലക്ട്രോൺ എന്ന് വരും. ദെൻ ഈ 2 ഇക്വേഷൻസും കൂടി നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പൊ 6 ഇലക്ട്രോൺ ക്യാൻസൽ ആവും. Thus the final answer is 6Fe2+ plus 14H+ plus Cr2O7 2- gives 6Fe3+ plus 2Cr3+ plus 7H2O എന്ന് വരും. ഇതൊന്നും ഒരു വ്യത്യാസമില്ല. ഇവിടെ മാത്രം ഒരു 6 കയറി വരും എന്നേ ഉള്ളൂ. ഈ 6 ഇലക്ട്രോൺ ക്യാൻസൽ ആയി പോയിട്ട് ഒരുമിച്ച് അങ്ങ് എഴുതിയാൽ മതി. ഫൈനൽ ആൻസർ ആയിക്കോളും. സോ ദാറ്റ് വാസ് ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 24. Write the name of one salt responsible for the permanent hardness of water. നമുക്കറിയാം കാൽഷ്യത്തിന്റെയോ മെഗ്നീഷ്യത്തിന്റെയോ സൾഫേറ്റ് ഒക്കെയാണ് സാധാരണഗതിയിൽ കാരണക്കാരൻ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാവുന്നതാണ്. Explain any one method for used for the removal of permanent hardness of water. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് ഉണ്ട്, കാൽഗൻസ് പ്രോസസ് ഉണ്ട്, സിന്തറ്റിക് റെസിൻസ് മെത്തേഡ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 25. റൈറ്റ് ദ നെയിം ഓഫ് എനി 2 ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈറ്റ്സ്. ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈറ്റ്സ് എന്ന് പറയുമ്പോൾ P ബ്ലോക്കിനകത്ത് വരുന്ന ഹൈഡ്രൈറ്റ്സ് ആണ്. ലൈക്ക് അമോണിയ എടുക്കാം, വാട്ടർ എടുക്കാം,
ഏത് വേണമെങ്കിലും ഇത് കണ്ടെഴുതാം. Explain with a suitable chemical equation why hydrogen peroxide is stored in wax-lined glass or plastic vessels in the dark. നമ്മൾ നേരത്തെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഒരു ഇക്വേഷൻ കണ്ടില്ലേ, H2O2 പൊട്ടിയിട്ട് H2 ആൻഡ് ഓക്സിജൻ ആയിട്ട് മാറുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ എടുത്തിങ്ങ് എഴുതി വെച്ചാൽ മതി. പിന്നെ അത് സൺലൈറ്റിന്റെ പ്രസൻസിൽ സാധനം പെട്ടെന്ന് നടക്കും. അപ്പൊ പെട്ടെന്ന് സൺലൈറ്റിന്റെ പ്രസൻസിൽ നമ്മുടെ H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് പൊട്ടിപ്പോകും. അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡസ്റ്റിൽ നിന്നും ഒപ്പം സൺലൈറ്റിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ വാക്സ് ലൈൻഡ് ആയിട്ടുള്ള ഡാർക്ക് ബോട്ടിൽസിൽ സൂക്ഷിച്ചു വെക്കുന്നത്. Question number 26. Name the process used for the industrial preparation of sodium carbonate. സോഡിയം കാർബണേറ്റിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സോൾവേ പ്രോസസ് ആണ്. സോ അത് അവിടെ എഴുതിയാൽ മതി. അടുത്ത മാച്ച് ദി ഫോളോവിംഗ് ആണ്. വാഷിംഗ് സോഡ Na2CO3, കാസ്റ്റിക് സോഡ NaOH, ബേക്കിംഗ് സോഡ NaHCO3, സ്ലേറ്റ് ലൈം Na, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH twice. Question number 27. What is plaster of Paris chemically? അത് കാൽഷ്യം സൾഫേറ്റ് ആണ്, half H2 ആണ്. അതായത് ഹെമി ഹൈഡ്രേറ്റ് ഓഫ് കാൽഷ്യം സൾഫേറ്റ് ആണ്, CaSO4 half H2. When carbon dioxide is passed through lime water, it turns milky. On passing excess of carbon dioxide, the milky color disappears. Give the chemical reaction involved in these processes. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ സംഭവിക്കുന്നത് ലൈം വാട്ടർ കൂടി കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിൽ കൂടി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ അവിടെ കാൽഷ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ ഉണ്ടാവും. ആ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നതിനാണ് നമുക്ക് അവിടെ വൈറ്റ് കളർ തരുന്നത്. നമ്മൾ ആ കാൽഷ്യം കാർബണേറ്റിലേക്ക് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ പാസ് ചെയ്യുമ്പോൾ വീണ്ടും അത് റിയാക്ട് ചെയ്യുമ്പോൾ അത് കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ആയിട്ട് മാറും, വിച്ച് ഇസ് സൊല്യൂബിൾ. അങ്ങനെയാണ് ആ കളർ നമുക്ക് ഡിസപ്പിയർ ചെയ്യപ്പെടുന്നത്. സോ ഈ രണ്ട് ഇക്വേഷൻസ് അവിടെ എഴുതിയാൽ മാത്രം മതിയാകും. Question number 28. Explain the principle involved in the following methods of purification. ഒന്ന് ഡിസ്റ്റിലേഷൻ. ആക്ച്വലി പ്യൂരിഫിക്കേഷൻ ഫോക്കസ് ഏരിയയിൽ ഇല്ല. ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റിന്റെ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ പ്രിൻസിപ്പിൾ. അങ്ങനെയാണ് ലോവർ ബോയിലിംഗ് പോയിന്റ് ഉള്ളവർ ആദ്യം വേപ്പറായിട്ട് പുറത്തേക്ക് വരും എന്നുള്ളതാണ്. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ സൊല്യൂബിലിറ്റി ആണ്. ലെസർ സൊല്യൂബിൾ ആയിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് ക്രിസ്റ്റലൈസ് ചെയ്യാൻ പ്രയാസമായിരിക്കും. ഹൈ സൊല്യൂബിലിറ്റി ഉള്ളവർ പെട്ടെന്ന് ക്രിസ്റ്റലൈസ് ചെയ്യും എന്നുള്ള ആ സൊല്യൂബിലിറ്റി ഡിഫറൻസ് ആണ് അവിടുത്തെ പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. Question number 29. Atomic orbitals are precisely distinguished by quantum numbers. Explain two types of quantum numbers used to designate atomic orbital. Atomic orbital നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് 3s അല്ലെങ്കിൽ 3p എന്നൊക്കെ പറയുമ്പോൾ ആ അത് നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിമുത്തൽ ക്വാണ്ടം നമ്പറും n ഉം l ഉം മാത്രം മതിയാകും. Write n and l values for 2p and 4s. 2p ലെ n വാല്യൂ 2 തന്നെ, 2p ൽ p വരുന്നതുകൊണ്ട് l വാല്യൂ 1 വരും. 4s ൽ n വാല്യൂ 4 വരും, s ആയതുകൊണ്ട് l വാല്യൂ 0 വരും. Question number 30. Give any two postulates of Bohr model of hydrogen atom. ഏതെങ്കിലും ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിലെ ഏതെങ്കിലും ഒരു രണ്ട് പോസ്റ്റ്ലേറ്റ്സ് എഴുതാൻ. ബോർ മോഡൽ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതിലുള്ള ഏതെങ്കിലും ഒരു രണ്ട് പോയിന്റ്സ് അവിടെ എഴുതിയാൽ മതി, നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റേഡിയസ് കാണുന്ന ഫോമിൽ എഴുതാം, വേണമെങ്കിൽ നമുക്ക് ആ പോയിന്റ് എഴുതാം. ബിക്കോസ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസിന് സ്യൂട്ടബിൾ എനർജി കിട്ടുമ്പോൾ അത് മുകളിലേക്ക് പോവുകയും തിരിച്ച് താഴേക്ക് വരികയും ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് E2 - E1 ഈക്വൽ ആണ്. അങ്ങനെയൊക്കെയുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ വെച്ചിട്ടും അത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇക്വേഷൻസ് അയാൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, റേഡിയസ് കാണുന്ന ഇക്വേഷൻ, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ എഴുതാവുന്നതാണ്. State Heisenberg uncertainty principle with write its mathematical expression. Heisenberg uncertainty principle പറയുന്നത് it is impossible to determine both the position and momentum of a fastly moving microscopic particle like electron accurately and simultaneously. അവിടെ ഫോർമുല ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ എച്ച് ബൈ 4π ആണ്. സോ നമ്മൾ അത് ഹൈസൻബർഗ് ഓൾറെഡി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട്. അപ്പൊ അതിലുള്ള സെന്റൻസ് എഴുതുക, ഫോർമുല എഴുതുക, രണ്ടും എഴുതുമ്പോൾ മാർക്ക് കിട്ടും. What is bond order? 31st question ആണ്. What is bond order? അത് ഇറ്റ് ഈസ് ദ ഹാഫ് ഓഫ് ദി ഓർ ചിലർ അതിനെ നമ്മൾ ആവറേജ് ഓഫ് എന്നും പറയാറുണ്ട്. എങ്ങനെ എഴുതിയാലും ശരിയാണ്. സോ ആവറേജ് ഓർ ഹാഫ് ഓഫ് ദി നമ്പർ ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് ആൻഡ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് എന്ന് എഴുതാം. സിംപ്ലി ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ബോണ്ട്സ് തന്നെയാണ് ബിറ്റ്വീൻ ടു ആറ്റംസ് ആണ് ആക്ച്വലി ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. യൂസിംഗ് മോളിക്കുലർ ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ പാരാമാഗ്നറ്റിക് നേച്ചർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ.
ഓക്സിജൻ മോളിക്യൂളിന്റെ പാരാമാഗ്നറ്റിക് ബിഹേവിയർ അതിനെ ആദ്യം നമുക്ക് ആ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതണം. That is sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2, sigma 2pz, pi 2px equals pi 2py, pi star 2px equals pi star 2py. അപ്പൊ ഇതിനകത്ത് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുമ്പോൾ ഇവിടെ 2, 2, 4, 6, 8, 10, 12, 14, 1. അപ്പൊ ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും അവസാനം നമുക്ക് കാണാം അവസാനത്തെ ഓരോ ഇലക്ട്രോൺസ് വീതമേ അവിടെ പ്രസന്റ് ആയിട്ടുള്ളൂ. 1 വീതമാണ് അവിടെ ഇരിക്കുന്നത്. സോ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇവിടെ പ്രസന്റ് ആണ്. സോ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. അതുകൊണ്ട് ഓക്സിജൻ പാരാമാഗ്നറ്റിക് ആണ് എന്നവിടെ എഴുതിയാൽ മതിയാകും. ക്വസ്റ്റ്യൻ നമ്പർ 32. The geometry of BeCl2 molecule is ബെർലിയം ക്ലോറൈഡ് sp ഹൈബ്രിഡൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അത് ലീനിയർ ഷേപ്പ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. Explain sp2 hybridization taking boron trifluoride as an example. Boron trifluoride എന്ന് പറയുമ്പോൾ ബോറോൺ ആണ് അവിടെ സെൻട്രൽ ആറ്റം ആയിട്ട് വരുന്നത്. അപ്പൊ ബോറോണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അറ്റോമിക് നമ്പർ 5. സോ ബോറോൺ അറ്റോമിക് നമ്പർ 5 ആകുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p1 എന്ന് വരും. അപ്പൊ അവിടെ നമ്മൾ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന സമയത്ത് 2s2 നമുക്കറിയാം എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ബോറോൺ മാറും. എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോഴത്തേക്കും ഒരു ഇലക്ട്രോൺ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ 1s2, 2s1 and 2p2 എന്ന് വരും. അപ്പൊ ഇവിടത്തെ ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഓരോ ഇലക്ട്രോൺസ് വീതമായിരിക്കും പ്രസന്റ് ആകുന്നത്. എന്നിട്ട് ഈ എസും ഈ പിയും കൂടി ചേർന്നിട്ട് sp2 ഹൈബ്രിഡൈസേഷൻ. അങ്ങനെ നമ്മുടെ ബോറോണിന് ചുറ്റും 1, 2, 3 അവിടെ 3 ഓർബിറ്റൽസ് വരും. അതിലേക്കാണ് നമ്മുടെ ഫ്ലൂറിൻ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ഫ്ലൂറിന്റെ പി ഓർബിറ്റലായിരിക്കും അവിടെ ഓവർലാപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല, അല്ലാതെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ 3 ഫ്ലോറിൻ വരച്ച് കാണിച്ചാലും മതി. ആൻഡ് ദി ഷേപ്പ് ഈസ് ട്രയാങ്കുലർ പ്ലാനാർ ഷേപ്പ് വിത്ത് sp2 ഹൈബ്രിഡൈസേഷൻ വിത്ത് 120 ഡിഗ്രി ആംഗിൾ എന്ന് കൂടി എഴുതി കഴിഞ്ഞാൽ ആൻസർ പെർഫെക്റ്റ് ആയി. സോ അതാണ് 32. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 33. The concentration of hydrogen ion in a sample of soft drink is 3.8 into 10 raised to minus 3 molar. What is its pH? നമ്മൾ സാധാരണഗതിയിൽ ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ pH കണ്ടുപിടിക്കാം. സോ ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ നമ്മൾ അതിന്റെ pH ആണ് ഇത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ pH കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല pH is equal to minus log H plus ion concentration. Minus log H plus ion concentration. സോ ഇവിടെ H plus ion concentration തന്നിട്ടുണ്ട്. സോ മൈനസ് ലോഗ് H plus ion concentration 3.8 ആണ് തന്നിരിക്കുന്നത്. സോ 3.8 into 10 raised to minus 3 molar. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 2.42 എന്ന് കിട്ടും. സോ നമുക്ക് pH എത്ര എന്ന് കിട്ടി? 2.42 എന്നാണ് നമുക്ക് അവിടെ ആൻസർ കിട്ടുന്നത്. അതായത് ഒരു അസിഡിക് pH ഉള്ള ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആണ് തന്നിരിക്കുന്നത്. അത് ടെക്സ്റ്റ് തന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. What are conjugate acid base pairs? അതായത് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർസ് ഡിഫർ ബൈ എ H plus ion ആണ് ആസിഡ് ബേസ് പെയർസ് എന്ന് പറയുന്നത്. Write the conjugate base for the following bronzed acid H2CO3 and HF. H2CO3 നിന്ന് ഒരു H പോയി കഴിഞ്ഞാൽ അത് പിന്നീട് HCO3 മൈനസ് ആണ്. ഇതാണ് അതിന്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത്. HF-ൽ നിന്ന് ഒരു H പോയി കഴിഞ്ഞാൽ അത് F മൈനസ് ആണ്. അപ്പൊ അതാണ് അതിന്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത്. അപ്പൊ അതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 33. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 34. Define buffer solution. A solution which can resist the change in pH. സ്വന്തം pH ൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. ഓൺ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ബേസ് ഓർ ഡൈല്യൂഷൻ ചെയ്യുമ്പോഴും അതിന്റെ pH കോൺസ്റ്റന്റ് ആയി നിലനിർത്താൻ അതിന് അറിയാമായിരിക്കും. അതിനെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ ആൻ അസിഡിക് ബഫർ. അസിഡിക് ബഫർ എക്സാമ്പിൾ ആണ് ഇപ്പൊ അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റിന്റെ മിക്സ്ചർ ഒരു അസിഡിക് ബഫർ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. Classify the aqueous solution of following salts into acidic, basic and neutral. താഴെ തന്നിരിക്കുന്നതിനെ acidic, basic and neutral എന്ന് ക്ലാസിഫൈ ചെയ്യാനാണ്. അസിഡിക്കിന് അത് NaCl ന്യൂട്രൽ ആയിട്ട് വരും. NaCN പക്ഷേ ഒരു ബേസിക് ബഫർ ആണ്, ബേസിക് സാൾട്ട് ആണ്. NH4NO3 എന്ന് പറയുന്നത് അസിഡിക് ആണ്, കാരണം NO3 വെള്ളത്തിടുമ്പോൾ HNO3 സ്ട്രോങ് ആസിഡ് ആണ്. Then CH3CON ഒരു ബേസിക് ആയിട്ടുള്ള സാൾട്ട് ആണ്. Question number 35. Thermodynamically, the most stable form of carbon. ഈ താഴെ തന്നിരിക്കുന്നതിൽ കാർബണിന്റെ മോസ്റ്റ് തെർമോഡൈനാമിക് സ്റ്റേബിൾ ഫോം എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഓപ്ഷൻ ബി. Producer gas is a mixture of carbon monoxide and nitrogen. ഓപ്ഷൻ ബി.
What are silicones? Mention its own application. Silicones എന്ന് പറയുന്നത് ഓർഗാനിക് സിലിക്കേറ്റ്സ് ആണ്. അത് അതിന്റെ പോളിമറിക് ഫോംസ് ആണ്. ദാറ്റ് ഇസ് നമ്മൾ അതിനെ പോളിമർ ഓഫ് സിലോക്സൈൻ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ യൂസ് എന്ന് പറയുന്നത് നമുക്ക് സീലൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, അഡ്ഹസീവ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, ലൂബ്രിക്കൻസ് ഒക്കെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 36. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ഡൈബോറൈൻ. ഡൈബോറൈന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബോറോണിനകത്ത് B2H6 ആണ് ഡൈബോറൈൻ എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. സോ ബോറോൺ, 2 ബോറോൺ ഇവിടെ കാണും. അതിൽ ഇവിടെ ഒരു ബോണ്ട്, 2 ബോണ്ട്, പിന്നെ ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. സോ ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. സോ ദിസ് ഈസ് സ്ട്രക്ചർ ഓഫ് ഡൈബോറൈൻ. അതവിടെ വരച്ച് കാണിച്ചാൽ മതിയാകും. CCl4 cannot be hydrolyzed, but silicon tetrachloride can be. Why? That is because due to the absence of d orbital ഇല്ലാത്തത് കൊണ്ടാണ് CCl4 നമുക്ക് ഡിസോൾവ് ചെയ്യാൻ സാധിക്കാത്തത്. Question number 37. Name any one method used for the estimation of nitrogen present in the organic compound. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർഗാനിക്കിൽ ജസ്റ്റ് പറഞ്ഞു പോയ സാധനമാണ്. അതായത് നൈട്രജന്റെ എസ്റ്റിമേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡിൽ ഒന്നാണ് ജെഡാൾസ് മെത്തേഡ്. സോ ജെഡാൾസ് മെത്തേഡ് നമ്മുടെ എഴുതിയാൽ മതി. ജെഡാൾസ് മെത്തേഡ് അല്ലെങ്കിൽ വേറൊരെണ്ണം കൂടെ ഉണ്ട്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹൗ ഈസ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് പ്രിപ്പയർഡ്? യൂസിംഗ് ദിസ് ഹൗ വിൽ യു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് നൈട്രജൻ? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ലസാഗ്നിയസ് ടെസ്റ്റ് എന്ന് പറയും. സോഡിയം മെറ്റലും നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടും കൂടി റിയാക്ട് ചെയ്യിപ്പിച്ചാൽ മതി, ഹീറ്റ് ചെയ്താൽ മതി. അത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, അതിലേക്ക് ഫെറസ് സൾഫേറ്റും സൾഫ്യൂരിക് ആസിഡും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രഷ്യൻ ബ്ലൂ കളർ കിട്ടും. ബോയിൽ ചെയ്യുമ്പോൾ പ്രഷ്യൻ ബ്ലൂ കളർ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നൈട്രജൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ് ആ ചോദ്യം. Question number 38. Draw the Newman projection and eclipse for eclipsed and staggered conformation of ethane molecule. നമ്മൾ ഓൾറെഡി പ്രൊജക്ഷൻസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ന്യൂമാൻസ് പ്രൊജക്ഷൻ ആണ് അവിടെ വരയ്ക്കാൻ ചോദിച്ചിരിക്കുന്നത്. അത് എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും ചോദിച്ചിട്ടുണ്ട്. എക്ലിപ്സ്ഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക, നേരെ പുറകിലായിട്ടാണ് ഹൈഡ്രജൻ വരുന്നത്. സോ ദിസ് ഈസ് എക്ലിപ്സ്ഡ് ഫോം. സ്റ്റാഗേർഡ് എന്ന് പറയുമ്പോൾ ഒരു 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. സോ ദിസ് ഈസ് സ്റ്റാഗേർഡ് ഫോം. സോ ഇതാണ് സ്റ്റാഗേർഡും എക്ലിപ്സ്ഡ് സ്ട്രക്ചേഴ്സ്. ഇത് ഇത്രയും വരച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും, സ്റ്റാഗേർഡും എക്ലിപ്സ്ഡും. പിന്നെ അടുത്തത് ഐഡന്റിഫൈ എ ആൻഡ് ബി. നമ്മൾ ഫസ്റ്റ് C6H14 Cr2O3 പ്രസൻസിൽ 773 കെൽവിൻ 10 to 20 അറ്റ്മോസ്ഫിയർ പ്രഷറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് ബെൻസീൻ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. സോ ബെൻസീൻ അവിടെ വരച്ചാൽ മതി. അടുത്തത് C3CH2HBr. അപ്പോൾ ഇവിടെ HBr മാർക്കോണിക്കോഫ് റൂൾസ് പ്രകാരമുള്ള അഡീഷൻ നടക്കും. അപ്പൊ നമുക്കവിടെ പ്രോഡക്റ്റ് CH3CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr. അപ്പൊ എന്ത് സംഭവിക്കും, ഇതില് എച്ചും ബിആറും എച്ച് പ്ലസും ബിആർ മൈനസും ആയിട്ട് മാറും. ദ നെഗറ്റീവ് അഡെൻഡം വിൽ ഗോസ് ടു ദാറ്റ് കാർബൺ വിച്ച് കണ്ടെയ്ൻസ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. സോ ബ്രോമിൻ ഇവിടെ ആയിരിക്കും ആഡ് ചെയ്യുന്നത്. സോ പ്രോഡക്റ്റ് CH3CH ഇവിടെ ബ്രോമിൻ, പിന്നെ ഇവിടെ ഒരു H കൂടെ വരുമ്പോൾ CH3. സോ ദിസ് ഇസ് ദി പ്രോഡക്റ്റ് 2-ബ്രോമോ പ്രൊപ്പൈൻ ആയിരിക്കും നമുക്ക് അവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 39. കംപ്ലീറ്റ് ദി ഫോളോയിങ് റിയാക്ഷൻ. അവിടെ എത്തിലീൻ എടുത്തിട്ട് റെഡ് ഹോട്ട് അയൺ ട്യൂബിന്റെ പ്രസൻസിൽ സൈക്ലിക് പോളിമറൈസേഷൻ ആണ് ആ റിയാക്ഷൻ. നമുക്ക് ബെൻസീൻ റിംഗ് ആണ് ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതിൽ തന്നെ കാൽഷ്യം കാർബൈഡ് പ്ലസ് വാട്ടർ അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പ്രോഡക്റ്റ് കിട്ടുന്നത് കാൽഷ്യം കാർബൈഡിലേക്ക് വെള്ളം എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡും എലോങ് വിത്ത് C2H2 അതായത് CH ട്രിപ്പിൾ ബോണ്ട് CH ഈ തായും നമുക്ക് അവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അതിൽ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രെഡിക്ട് ദ പ്രോഡക്റ്റ് ഫോംഡ് ഇൻ ഈച്ച് റിയാക്ഷൻ. ബെൻസീൻ ഈസ് ഹീറ്റഡ് വിത്ത് മിക്സർ ഓഫ് കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് H2SO4. കോൺസെൻട്രേറ്റഡ് H2SO4 ഉം HNO3 കൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നൈട്രേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ബെൻസീൻ റിംഗിൽ NO2 ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നൈട്രോ ബെൻസീൻ നമുക്ക് അവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. Benzene react with the chlorine in presence of anhydrous aluminum chloride. Anhydrous aluminum chloride presence ബെൻസീനും ക്ലോറിനും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ക്ലോറോബെൻസിൻ, ബെൻസീൻ റിംഗിൽ ഒരു ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ ദാറ്റ് ഈസ് ദി പ്രോഡക്റ്റ്. വാട്ട് ഈസ് ഗ്രീൻ ഹൗസ് ഇഫക്ട്? ഗ്രീൻ ഹൗസ് ഇഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ അളവ് കൂടുമ്പോൾ അതൊരു ലെയർ പോലെ ആക്ട് ചെയ്യുകയും ഭൂമിയിൽ നിന്ന് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ചൂടിനെ അകത്ത് തന്നെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നതിനെയാണ് ഗ്രീൻ ഹൗസ് ഇഫക്ട് എന്ന് വിളിക്കുന്നത്. Give any two applications of green chemistry in day-to-day life. But dry cleaning green chemistry ഒരു ആപ്ലിക്കേഷൻ ആണ്. ബ്ലീച്ചിങ് ഓഫ് പേപ്പർ ഗ്രീൻ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ. സോ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് അവിടെ എഴുതാം. ഒരു കെമിക്കൽ ഇൻഡസ്ട്രിയിലുള്ള യൂസസും ടെക്സ്റ്റ് തന്നിട്ടുണ്ട്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. സോ ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ അതിന്റെ ഡിസ്കഷൻ ആണ് ഞാനിപ്പോൾ നടത്തിയത്. ഇതല്ലാതെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഉണ്ട്. അത് പക്ഷെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് കിട്ടിയതെന്ന് ദയവ് ചെയ്തിട്ടൊന്ന് കമന്റ് ചെയ്യുക. നന്നായിട്ട് എഴുതാൻ സാധിച്ചോ എന്ന്. എനിക്ക് തോന്നിയത് ഒരു സ്റ്റുഡന്റിന്റെ വ്യൂ പോയിന്റിൽ നിന്ന് എനിക്ക് തോന്നിയത്
കുറച്ചുകൂടി ലഘൂകരിക്കാമായിരുന്നു, ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രം ഊന്നിക്കൊണ്ട് കുറച്ചുകൂടി ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു എനിക്ക് തോന്നി. എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളോടൊപ്പം എന്നും പഠനത്തിൽ ഞാനും കൂടെ ഉണ്ടാവും.